നാളെ ഓഗസ്റ്റ് 23-ന് തിയേറ്ററിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് രണ്ട് സൂപ്പർ സ്റ്റാറുകളുടെ ചിത്രങ്ങളാണ്. മഞ്ജു വാര്യരും മീര ജാസ്മിനും തമ്മിലുള്ള ഈ മത്സരത്തിൽ ആര് വിജയിക്കുമെന്ന് നാളെ അറിയാം. സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്രൊമോഷൻ പരിപാടികളിൽ മുൻപൊന്നും ഇല്ലാത്ത വിധം മഞ്ജു വാര്യരും മീര ജാസ്മിനും സജീവമാണ്. സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന ഫൂട്ടേജാണ് മഞ്ജു വാര്യരുടെ ചിത്രം. വളരെ കൗതുകമുണർത്തുന്ന ഒരു ജോഡികളെ സംബന്ധിച്ചുള്ള ത്രില്ലറാണ് ചിത്രമെന്നാണ് വിവരം. മഞ്ജു വാര്യർക്ക് പുറമെ ഗായത്രി അശോകും വിശാഖ് നായരുമാണ് ചിത്രത്തിലെ മറ്റ് രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത്. പതിവ് മഞ്ജു വാര്യർ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതൊരു 18+ സിനിമയാണ് എന്ന പ്രത്യേകതയുമുണ്ട്. സാധാരണ പോലെ തന്റെ സിനിമകൾ കാണാൻ കുഞ്ഞുങ്ങളെയും കൂട്ടി തിയേറ്ററിൽ എത്തരുതെന്ന് ആരാധകരോട് ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജു വാര്യർ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. ഒരു അന്വേഷണാത്മക ത്രില്ലർ ചിത്രം ആഗ്രഹിക്കുന്നവർക്ക് ഫൂട്ടേജ് പ്രിഫർ ചെയ്യാമെന്നാണ് അണിയറ പ്രവർത്തകരുടെ വാഗ്ദാനം. മറുവശത്ത് മീര ജാസ്മിന്റെ സിനിമ പൂർണ്ണമായും ഒരു കോമഡി എന്റർടൈനറാണ്. ആദ്യ അവസാനം വരെ സമ്പൂർണ്ണ കോമഡി ചിത്രമായ പാലും പഴവും കാണുന്നതിന് ഏജ് ലിമിറ്റുമില്ല. അശ്വിൻ ജോസ് ആണ് ചിത്രത്തിലെ നായകൻ. ഫേസ്ബുക്കിലൂടെ കണ്ടുമുട്ടുന്ന 33-കാരിയും 23-കാരനും തമ്മിലുള്ള പ്രണയവും വിവാഹവും ഒക്കെയാണ് സിനിമയുടെ കഥാപശ്ചാത്തലം. VK പ്രകാശ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിലൂടെ മീര ജാസ്മിൻ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തുമെന്നാണ് ട്രെയിലർ കണ്ട ആരാധകരുടെ കമന്റുകൾ. TV ഷോകൾ, യൂട്യൂബ് അഭിമുഖങ്ങൾ, സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേഷൻ എന്നിവയിലൂടെ പ്രമോഷൻ വഴി എല്ലായിടത്തും മീര ജാസ്മിനും മഞ്ജു വാര്യരും തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. നാളെ തിയേറ്ററിൽ ജയം ആർക്കൊപ്പമായിരിക്കും എന്നറിയാനാണ് ആരാധകരും കാത്തിരിക്കുന്നത്. രണ്ടും രണ്ട് വ്യത്യസ്ത തലത്തിലുള്ള സിനിമകളാണ്. വളരെ സെലക്റ്റീവായി മാത്രം സിനിമകൾ ചെയ്യുകയാണിപ്പോൾ മീര ജാസ്മിൻ. ഒരു സമയം ഒരു സിനിമ എന്ന രീതിയിലാണ് മീര ജാസ്മിൻ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. തിരിച്ചുവരവിൽ മീര ജാസ്മിന്റെ മാറ്റം ആരാധകർ അംഗീകരിച്ചു വരുന്നതേ ഉള്ളൂ. അതിന് നല്ലൊരു ബ്രേക്ക് നൽകാൻ പാലും പഴവും എന്ന ചിത്രത്തിന് സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ മഞ്ജു വാര്യർ തമിഴ്, മലയാളം സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്ന കാലമാണിത്. ഒരേ സമയം ഒന്നിലധികം സിനിമകൾ, എല്ലാ ഭാഷയിലും സജീവം. വിജയ് സേതുപതിക്കൊപ്പമുള്ള വിടുതലൈ പാർട്ട് 2-ഉം രജനീകാന്തിനോടൊപ്പമുള്ള വേട്ടയനുമാണ് മഞ്ജുവിന്റെ അടുത്ത റിലീസിംഗ് ചിത്രങ്ങൾ. വിടുതലൈ രണ്ടാം ഭാഗത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തപ്പോഴാണ് മഞ്ജുവിന്റെ കഥാപാത്രത്തെ റിവീൽ ചെയ്തത്. 2 പോസ്റ്ററുകളായിരുന്നു ഫസ്റ്റ് ലുക്കായി റിലീസ് ചെയ്തത്. ചിത്രത്തെക്കുറിച്ച് മഞ്ജു വാര്യരും പോസ്റ്റ് പങ്കുവച്ചിരുന്നു. വിടുതലയ്ക്കൊപ്പം ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്നു എന്നാണ് മഞ്ജു വാര്യർ ഈ പോസ്റ്റർ പങ്കിട്ടുകൊണ്ട് കുറിച്ചത്. വിടുതലയിൽ വാത്തിയാർ എന്ന കഥാപാത്രമായിട്ടാണ് വിജയ് സേതുപതി എത്തിയത്. ഈ കഥാപാത്രത്തിന് ഒരു ലവ് ട്രാക്ക് ഉണ്ടെന്നും ഇത് തനിക്കും നടി മഞ്ജു വാര്യർക്കും ഇടയിലാണെന്നുമാണ് വിജയ് സേതുപതി മുൻപൊരിക്കൽ പറഞ്ഞിരുന്നത്. വെട്രിമാരൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിനായി 1 വർഷമായി ആരാധകർ കാത്തിരിക്കുകയാണ്.